ഹലോ ടീമേ, നമസ്കാരം. ഞങ്ങൾ മലപ്പുറത്ത് പോവാണ്. അപ്പോൾ കല്യാണത്തിന് തിരക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ റിസപ്ഷൻ്റെയും വെഡ്ഡിങ്ങിൻ്റെയും മധുരം വെപ്പിൻ്റെയും ഡ്രസ്സിൻ്റെ ട്രയൽ നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ചേട്ടനുണ്ട് കൂടെ. ചേട്ടൻ എന്താ പറയാനുള്ളത്? ടീമേ നമസ്കാരം. ഇപ്പോൾ താര പറഞ്ഞ പോലെ തന്നെ വെഡ്ഡിങ്ങിൻ്റെ ഡ്രസ്സ് മലപ്പുറത്ത് അയക്കാൻ കൊടുത്തേക്കണേട്ടോ. എൻ്റെ അല്ല കേട്ടോ, താരയുടെയാണ്. ആ ടീമിൻ്റെ പേര് എന്തായിരുന്നു? എപ്പിസോഡ് എന്നാണ് പേര്. അപ്പോൾ മെഷർമെൻ്റ് ഒക്കെ നമുക്ക് ഓൺലൈൻ വഴിയായിരുന്നു. അപ്പോൾ ഫൈനൽ എങ്ങനെയാണെന്ന് അവിടെ പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ഫോട്ടോസ്, എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി ബെറ്ററായിട്ട് തോന്നിയത് ആ ടീമിനെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ തന്നെ സെലക്ഷൻ ആയിരുന്നു കേട്ടോ. ഡ്രസ്സൊക്കെ ഞങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് ഡിസൈൻസൊക്കെ അയച്ചു കൊടുത്ത്. അപ്പോൾ ഓൺലൈനിലൂടെയാണ് അളവൊക്കെ എടുത്തത്. അപ്പോൾ ഈവെൻറ്റിൻ്റെ ആൾക്കാരും മറ്റുള്ള ആൾക്കാരുടെ ഒക്കെ ഞങ്ങൾ മീറ്റിങ്ങൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് ഈ ഡ്രസ്സൊക്കെ തയ്ച്ചേക്കുന്നത്. എൻ്റെ ഡ്രസ്സ് വേറെ സ്ഥലത്താണ്. എൻ്റെ ഡ്രസ്സിൻ്റെ വേറെ വരും വീഡിയോ. അപ്പൊ നല്ല വലിയ നീണ്ട യാത്രയാണല്ലേ? അതെ അതെ. അപ്പൊ ജിബിനുണ്ട് എൻ്റെ കൂടെ. ജിബിനെ ഇനി എത്ര ടൈം കൊണ്ട് എത്തുന്നമ്മ? നമുക്ക് 5.5 മണിക്കൂറാണ്. 5.5 മണിക്കൂർ കാണിക്കണം അല്ലേ? ഇനി എത്ര മണിക്കൂറുണ്ട്? 3.5 മണിക്കൂർ. തൃശ്ശൂർ കഴിഞ്ഞല്ലേ അമ്മ? ഇപ്പൊ തൃശ്ശൂർ കഴിഞ്ഞു. ശരിക്കും മലപ്പുറം അല്ല, അപ്പുറം പോണം. ഒരു കോഴിക്കോട് പോട്ടു അല്ലേ? അതെ അതെ അതെ. അപ്പൊ ഇനി ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് രാവിലെ ക്ഷീണമൊക്കെ ഉണ്ട്. ഇന്നലെ ഒന്നും മര്യാദ ഉറങ്ങിയിട്ടില്ല. കല്യാണമൊക്കെ ആയതുകൊണ്ട് വീടിന്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ താര വന്നിട്ടുണ്ട്. 2 ദിവസം ഉള്ളട്ടെ ഇനി കല്യാണത്തിന്. അപ്പോൾ താര ഈ ഡ്രസ്സിന്റെ ട്രയലിങ്ങിനും പിന്നെ മധുരം വെപ്പിന്റെ ഇതൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനൊക്കെ താര ഉണ്ടാവും. അപ്പൊ അടിപൊളി. താരൊക്കെ എന്താ പറയാനുള്ള? ഹാപ്പിയാണ്. അപ്പൊ ഞങ്ങള് യാത്രക്കിടയിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ കാര്യമൊക്കെ ആയിട്ടൊക്കെ വരും. അപ്പൊ ഒന്ന് പോയാലോ നമുക്ക്? അടുത്ത നമുക്കൊരു ഗെയിമിലേക്ക് പോയാലോ? എന്ത് ഗെയിമാ? എന്ത് ഗെയിമാന്ന് നീ പറ. ആൻസർ മലയാളത്തിലേ പറയാവൂ, ഇംഗ്ലീഷ് പറയാൻ പാടില്ല. ആൻസറാ? ആ, പറയുന്ന ഉത്തരം മലയാളത്തിൽ തന്നെ പറയണം. എങ്ങനെ? മനസ്സിലായില്ല. അതായത് ഞാൻ ചേട്ടനോട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ചേട്ടൻ അതെല്ലാം മലയാളത്തിലേ പറയാവൂ. മലയാളം വാക്ക് മാത്രം ഉപയോഗിക്കരുത്. ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ 3 പേരുണ്ട് കേട്ടോ ഇതില്. 3 പേരുണ്ട് ഗെയിം കളിക്കാനായിട്ട്. അപ്പൊ ആദ്യം ആരാണ് ചോദിക്കണത്? ആദ്യം ഞാൻ. ആരോട് ചോദിക്കണ? ചേട്ടനോട്. ആ, ചോദിച്ചോ. അടുത്തിന്നോ? ചേട്ടൻ രാവിലെ എന്താ കഴിച്ചത്? ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ രണ്ടുപേരും ചോദിക്കും കേട്ടോ ക്വസ്റ്റ്യൻ. അല്ല, ഭക്ഷണത്തിന്റെ പേര് പറയണം. എന്ത് ഭക്ഷണ കഴിച്ചത്? ചോറ്. ചോറാണോ രാവിലെ കഴിക്കുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല? ഇല്ല. ബ്രേക്ക്ഫാസ്റ്റിൽ ഏറ്റവും ഇഷ്ടമുള്ള ഡിഷ് എന്താണ്? മോർണിംഗ് ഭക്ഷണം. മോർണിംഗ് അടുത്ത ഞാൻ. നിന്നോട് ഇപ്പൊ നമ്മൾ എവിടെ പോണേണ്? നമ്മള് മലപ്പുറത്ത് പോണം. വസ്ത്രം വാങ്ങാൻ. എന്തിനുള്ള വസ്ത്രം? കല്യാണ വസ്ത്രം. നമ്മളിപ്പോ എന്തിലാ പോണ? നമ്മളിപ്പോ പോകുന്നത് 3 ചക്ര വാഹനം. 4 ചക്ര വാഹനം. അതിന് പേരില്ലേ? അതിന്റെ പേര് എനിക്ക് അറിയില്ല. പേര് പറയണ്ട. 3 ചക്ര വാഹനം. സൈക്കിളോട്ട് അറിയോ? അറിയാം. എന്ത് കേട്ടാനാ? ചവിട്ടി പോകുന്ന സാധനം. അതിന് പേരില്ലേ? അതാണ് ചവിട്ടിയാൽ മുമ്പോട്ട് പോകുന്ന ഒരു വണ്ടി. ഏത് സ്കൂളിലാ പഠിച്ചത്? കടമ്പനാട്. കടമ്പനാടുള്ള വിദ്യാലയത്തില്. അത് കഴിഞ്ഞ് 10ാം ക്ലാസ് വരെയാണ് പഠിച്ചത്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എവിടെ പഠിച്ച? കടമ്പനാട് തന്നെ. എന്താ ഏത് കോളേജിലാ? കടമ്പനാട് കോളേജ്. ഞാനോ? പഠിച്ചില്ല. പഠിക്കാൻ പോയി പഠിച്ചില്ലെന്ന് പറഞ്ഞാ അങ്ങനെ ഉത്തരം പറയാൻ പാടില്ല. ഞാൻ പഠിച്ചത് ആരോഗ്യപരമായിട്ടുള്ള ഒരു സബ്ജക്റ്റാ പഠിച്ചത്. രാവിലെ ഞാൻ കഴിച്ചത് ദോശ. ചിക്കൻ വെച്ചുണ്ടാക്കണ ഏറ്റവും നല്ല സാധനം തൊട്ട് ഇഷ്ടം? കോഴി എനിക്കിഷ്ടമല്ല. പിന്നെ ബീഫ് ആണെങ്കിലോ? ഇറച്ചി എനിക്കിഷ്ടമല്ല. ഇറച്ചി ഇഷ്ടമല്ലേ? കഴിക്കാറ്? ഞാൻ മീനാ കഴിക്കാറ്. അപ്പൊ മോർണിംഗ് എന്താ കഴിക്കണ? രാവിലെ ഞാൻ പഴങ്കഞ്ഞി കഴിക്കാറുണ്ട്. ദോശ കഴിക്കാറുണ്ട്. ബസ്സിലാണോ ഓട്ടോറിക്ഷയിലാണോ ബൈക്കിലാണോ പോണ ഇഷ്ടം? നടന്നു പോകാനാ ഇഷ്ടം. വീട്ടിലെ ഈ കറണ്ട് ഉണ്ടാ? വൈദ്യുതി ഉണ്ട്. അപ്പൊ അതിന്റെ ബില്ല് വന്നത് എവിടെന്നാ വന്നെ? അത് അതിന്റെ കാര്യാലയത്തിൽ. അതിന്റെ പേരെന്താ കാര്യാലയം? പേരെനിക്കറിയാൻ പാടില്ല. എന്തൊരു ക്വസ്റ്റ്യനാ ഇത്? അപ്പൊ ജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഇനി താരക്ക് ചോദിക്കാം.
ചോദിച്ചോ, ചേട്ടൻ ചോദിക്കും. ജിബിന്റെ അടുത്ത് ചോദിക്കും, ചേട്ടൻ ചോദിക്കും. ഉത്തരം ഒച്ചത്തിൽ പറയുക, പറയുമ്പോ ഒച്ചത്തിൽ പറഞ്ഞാൽ മതി. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഭാര്യയുണ്ട്, മോളുണ്ട്. നമ്മുടെ വണ്ടി പെട്രോളാണ് CNG ആണ്? നമ്മുടെ വണ്ടി മറ്റേ പ്രകൃതിവാതകം വെച്ചോടുന്ന ഒരു ഇതാ. ചോദിക്കാം, താരക്ക് ചോദിക്കാം. എന്താണ് ജോലി? എന്താണ് ജോലി? ഇങ്ങനെ വണ്ടി ഓടിക്കാന്. വണ്ടി ഓടിക്കാനാണല്ലേ. ഇഷ്ടമുള്ള വണ്ടി ഏതാ? എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല, എനിക്ക് നടന്നു പോകാനാണ് ഇഷ്ടം. അല്ല, വണ്ടി ഓടിക്കുന്നല്ലേ ഇഷ്ടമെന്നല്ലേ കുറച്ചുമ്പോ പറഞ്ഞേ. എന്നാലും എനിക്ക് പിന്നെ സർക്കാരിന്റെ വണ്ടിയില്ലേ, സർക്കാരിന്റെ വണ്ടി ഇഷ്ടമാണ്. സർക്കാരിന്റെ വലിയ വണ്ടി എന്താ ചോദിക്കാ? ഏത് സ്കൂളിലാ പഠിച്ച? ഞാൻ സർക്കാരിന്റെ കൊങ്ങോർപ്പള്ളി സ്കൂളിലാണ് പഠിച്ചത്. സ്കൂൾ, ഓക്കെ. ഇഷ്ടപ്പെട്ട ടീച്ചർ? സ്കൂൾ. അപ്പൊ ഈ ഗെയിം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താര ഫസ്റ്റ്, സെക്കൻഡ് ജിബിൻ, തേർഡ് ഞാൻ തന്നെ. അങ്ങനെ ഞങ്ങൾ മലപ്പുറത്തെത്തി. ഇവിടെയാണ് എൻ്റെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നത്. എപ്പിസോഡിലാണ്. ഒരു ക്ലോത്തിങ് ബ്രാൻഡാണ്. സെലിബ്രിറ്റി ഡിസൈനറായ ഡോക്ടർ സൽവ അർഷാദാണ് എൻ്റെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഡോക്ടർ സൽവ അർഷാദ്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. കുറേ നേരമായിട്ട് ഒരു വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു. കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് നല്ല ദൂരം ഉണ്ടായിരുന്നു. ട്രയൽ ചെയ്യണതൊക്കെ നേരിട്ട് വന്ന വേണം ട്രയൽ ചെയ്യാനായിട്ട്. അപ്പോൾ ട്രയൽ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വന്നേക്കണേ കേട്ടാ. അപ്പോൾ ഞങ്ങളെ സൂപ്പറായിട്ട് വെൽക്കം ചെയ്തു, നല്ല ഫ്ലേവറൊക്കെ തന്നു. അപ്പോൾ അടിപൊളി ടീമാണ്ട് വരും. വന്നപ്പോൾ തന്നെ ജ്യൂസ് കുടിക്കണോ ചായ കുടിക്കണോ എന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ നേരെ കൊണ്ട് കാണിച്ചത് കോസ്റ്റ്യൂമാണ്. 3 കോസ്റ്റ്യൂമാണ് ഏൽപ്പിച്ചേക്കണ കല്യാണത്തിൻ്റെ. അപ്പോൾ കോസ്റ്റ്യൂം കാണാമല്ലേ? അടിപൊളിയായിട്ടുണ്ടല്ലേ ചേട്ടാ? അടിപൊളിയായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ടുണ്ട്. ഓരോന്ന് പരിചയപ്പെടുത്തി കൊടുത്തേ. ഇതെൻ്റെ റിസപ്ഷനുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ. ബ്ലൂ ആയിരുന്നു. പിന്നെ ഇതെൻ്റെ വെഡ്ഡിങ് ഡേയിൽ ഇടുന്ന ഡ്രസ്സാണ്, ഫ്രോക്ക്. ഇത് ചേട്ടൻ്റെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. ടൈലൊക്കെ ഒരുപാട് കൂടുതലുണ്ട്. അതെ, ഇതെൻ്റെ മധുരം വെപ്പ് ഡ്രസ്സാണ്. ഇതെനിക്ക് ഈ 3 എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എങ്ങനെയുണ്ട്? സൂപ്പറാണ്. നമ്മൾ നേരത്തെ ഫോട്ടോസൊക്കെ അയച്ചു തന്നെയല്ലേ അവർ. നേരിട്ട് കണ്ടപ്പോൾ അതിലും നല്ലതല്ലേ? അതെ അതെ. എനിക്ക് അതാ ഇഷ്ടപ്പെട്ട ഏറ്റവും. എനിക്ക് 3 ഇഷ്ടമായി. എനിക്ക് നടുക്കത്തേനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. എന്നാലും ആ നീല എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പേരെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. താര ഫസ്റ്റ് ഡ്രസ്സ് ട്രയൽ അടിക്കാൻ വേണ്ടി ട്രയൽ റൂമിൽ കയറിക്കണേണ്ട. അടുത്ത 2 കൂടി ഇടാനുണ്ട്. ഒത്തിരി സെലിബ്രിറ്റികളുടെയൊക്കെ ഡ്രസ്സ് ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയറിയാം. എപ്പിസോഡ് എന്നാണ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര്. നമ്പർ തന്നെ ആയിട്ടിട്ടുണ്ട്. കല്യാണ സീസണൊക്കെ വരുന്നത്. വിശ്വസിച്ച് ഡ്രസ്സ് ഏൽപ്പിക്കാൻ പറ്റിയ ടീമാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് പുതിയ ഡിസൈനിലൊക്കെ ചെയ്ത് തരും കേട്ടോ. ഒത്തിരി പൈസയൊന്നും ഇല്ല കേട്ടോ. ഓൺലൈനിലൂടെ ഞങ്ങൾ പരിചയപ്പെട്ടത്. ഓൺലൈനിലൂടെയാണ് മെഷർമെൻ്റൊക്കെ എടുത്തത്. എല്ലാം നമുക്കിപ്പോൾ ഓൺലൈനിലാണല്ലോ. ഒരു പ്രാവശ്യം മാത്രം നേരിട്ട് വരേണ്ടി വന്നുള്ളൂ. നേരിട്ട് വന്നത് നമുക്ക് ഒന്ന് ട്രയൽ നോക്കണമല്ലോ. അപ്പോൾ നമുക്കിത് കൊറിയറൊക്കെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഫിറ്റ് ഇല്ലെന്നാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ട്രയൽ നോക്കുക. അപ്പോൾ കോസ്റ്റ്യൂമൊക്കെ ഈ കല്യാണത്തിന് നിങ്ങൾ കണ്ടത് ഭയങ്കര വൈറലായ ഫോട്ടോസും വീഡിയോസൊക്കെയാണ്. സോ ഗൈസ്, നമ്മുടെ ടീമിൻ്റെ ഫുൾ സ്ക്രിപ്റ്റിൽ ചെയ്ത ഔട്ട്ഫിറ്റാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മൾ പള്ളി വെഡ്ഡിങ് ലുക്ക്, നല്ല ലോങ് ട്രെയിലൊക്കെ ആയിട്ടുള്ള ഒരു ഒതൻറ്റിക് ക്രിസ്ത്യൻ ഗൗഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സോ നമ്മൾ ടീമിനെ ആ എക്സൈറ്റ്മെൻറ്റിൽ കണ്ണടച്ചിട്ട് കൊണ്ടുപോവാണ്. ടീം കണ്ണടക്കണം. കണ്ണടക്കണം. ആളവിടെ സെറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കണ്ണ് പൊത്തി കൊണ്ടുപോവാണ് ഞങ്ങള്. മൊത്തത്തിൽ എന്താവും ആ എക്സ്പ്രഷൻ എന്നുള്ളത് നമുക്ക് കാണണം. ഇവിടെ അങ്ങോട്ട് റൈറ്റ് ഇവിടെ നോക്കട്ടെ. നോക്കാം. ഇതെന്താണ്? അടിപൊളിയാ, ഞാനിത് 2 കാലാണെന്ന് ഓർത്ത്. സൂപ്പറായിട്ടുണ്ട്. നമ്മൾ ഓർണമെന്റ്സ് കൂടി മിനിമലി സെറ്റ് ചെയ്തു അല്ലേ? കുറച്ച് ഹാൻഡ് ചെയിൻസും ഒരു ചെറുതായിട്ട്. താങ്ക് യു. വിചാരിച്ച പോലെ തന്നെ അല്ലേ? നിന്റെ അടുത്ത് ആകെ പറഞ്ഞത് ആ ബാക്ക് ട്രെയിലായിരുന്നു. അത് എനിക്ക് അതുപോലെ വേണേന്ന്. ആ, ഫിഷ് കട്ട് പോലെ. ഇതാണ് നമ്മുടെ താരക്കുട്ടിയുടെ റിസപ്ഷന്റെ കോസ്റ്റ്യൂം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളിയാണ്. അതുകൊണ്ടാണ് ഒരു ഫ്ലവറും ഞാൻ തരുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളി. കുറെ നാളിങ്ങനെ കറക്കിയാണ് നിന്നെ വീഴ്ത്തിയത്. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. മറക്കൂലല്ലേ? ഒരിക്കലും മറക്കൂല. ഈ കറക്കൽ എങ്ങനെയുണ്ട്? അടിപൊളി കറക്കലായിരുന്നു.
അപ്പോൾ ഇതാണ് എൻ്റെ വെഡ്ഡിങ് ഡേയിലെ ഡ്രസ്സ്. എങ്ങനെയുണ്ട്? ഞാൻ ഒരുപാട് നാൾ ആഗ്രഹിച്ച ഒരു കോസ്റ്റ്യൂമാണ് കേട്ടോ ഇത്. ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റിയലായിട്ട് വന്നപ്പം എനിക്ക് ഒരുപാട് സന്തോഷം. എൻ്റെ മനസ്സും ഒക്കെ നിറഞ്ഞൊരു നിമിഷമായിരുന്നു ടീം ഇത്. എപ്പിസോഡിനാണ് നന്ദി പറയേണ്ടത്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് എറണാകുളത്തേക്ക് പോവാണ്. അപ്പോൾ നിങ്ങളുടെ കല്യാണം വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എപ്പിസോഡിനെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇനി വരുന്ന ബ്രൈഡ്സിനൊക്കെ നല്ല അടിപൊളി കോസ്റ്റ്യൂംസൊക്കെ ഡിസൈൻ ചെയ്ത് തരും കേട്ടോ. ചെറിയ ടീമല്ല കേട്ടോ, കിടിലൻ ടീമാണ്. അവസാനം ഇപ്പോൾ വേടൻ്റെ ഒക്കെ ചെയ്ത് ഇവരാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.